ഇന്ത്യക്ക് അഭിമാനിക്കാം. ISROയുടെ 7 സൂപ്പർ പ്രോജക്റ്റുകളാണ് വരുന്നത്. പുത്തൻ 7 പ്രോജക്റ്റുകൾ. അതിൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നത് മുതൽ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയം വരെയാണുള്ളത്. അടുത്ത കാലത്തായി ISROയിൽ നിന്ന് ശാസ്ത്രജ്ഞരുടെ കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ കഴിഞ്ഞ 7 മാസങ്ങളായി PSLVയുടെ ഭാഗത്തു നിന്നുള്ള തോൽവികളാണെങ്കിലും ISROയ്ക്ക് അല്പം ഒന്ന് മോടിക്കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെയുള്ള ഒരു തിരിച്ചു വരവാണ് ISROയുടെ ഈ 7 പുത്തൻ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് സ്കൈറൂട്ട് എയ്റോസ്പേസ് വഴി ഹൈദരാബാദിൽ നിന്ന് വിക്രം 1ന്റെ വിക്ഷേപണവും ആ ഒരു വിക്ഷേപണത്തെ സംബന്ധിച്ച് ഇന്ത്യക്കുള്ള അഭിമാനത്തെ പറ്റിയിട്ടൊക്കെ ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ രേഖപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പമാണ് അദ്ദേഹം ഈ 7 പ്രോജക്റ്റുകളെ പറ്റി കൂടി വിവരിച്ചിട്ടുണ്ടായിരുന്നത്. ISROയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ 7 പ്രോജക്റ്റുകൾ. നമുക്ക് ഈ 7 പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യക്ക് വരാനിരിക്കുന്ന ഒരു വിജയത്തെ പറ്റിയിട്ട് ബാക്കിയുള്ള ലോകരാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് അത്രത്തോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസിത രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പന്നമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പോലും കണക്കാക്കുന്ന സൈന്യത്തോടൊപ്പം തന്നെയുള്ള മറ്റൊരു വിഷയമാണ് ഈ ISRO എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ISROയുടെയാണ് പുത്തൻ ഈ 7 പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. 7 മാസക്കാലം വളരെയധികം കഷ്ടത്തിലൂടെ തന്നെയാണ് ISRO പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അടിക്കടി അടുത്തടുത്തായിട്ട് വരുന്ന പരാജയങ്ങൾ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർക്ക് സ്വകാര്യ മേഖലയിൽ നിന്ന് വലിയ രീതിയിൽ ഓഫറുകൾ വരുന്നതും ആ ഒരു കൂട്ടരാജിയും അതിനോടൊക്കെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടരാജിക്കൊന്നും സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്കൊക്കെ ഒരു നിലപാടുകളൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു കഷ്ടം നിറഞ്ഞ കാലഘട്ടം മാറുകയാണ്. ഇനി ഇന്ത്യയും അമേരിക്കയും ചൈനയും ഒന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കാണ് ഇന്ത്യയുടെ കുതിപ്പെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 പ്രോജക്റ്റുകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ഗഗൻയാനാണ്. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യം. അതിനു മുമ്പായി ആളില്ലാ പരീക്ഷണ ദൗത്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, പാരച്യൂട്ട്, ക്രൂ മെഡ്യൂൾ എന്നിവയുടെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് ഈ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമതായി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കും. 2035 പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് ദീർഘകാല ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കുമായി ഇത് ഉപയോഗിക്കാനാകും. മൂന്നാമതായി ചന്ദ്രയാൻ 4 ചന്ദ്രനിൽ നിന്നും മണ്ണും പാറകളും ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഇന്ത്യയുടെ ആദ്യ ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻ. ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങൾ ഇതുവഴി നമുക്ക് ലഭ്യമാകും. നാലാമതായി ചന്ദ്രയാൻ 5 ജപ്പാനുമായി ചേർന്നുള്ള സംയുക്ത ദൗത്യമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ജലഹിമവും വിഭവങ്ങളും വിശദമായി പഠിക്കും. കൂടുതൽ ശേഷിയുള്ള റോവർ ഉപയോഗിക്കാനാണ് പദ്ധതി. അതുപോലെ തന്നെ അഞ്ചാമതായി പറയുന്നത് ശുക്രനിലേക്കുള്ള ദൗത്യമാണ്. വീനസ് ഓർബിറ്റർ മിഷൻ ആണ് അഞ്ചാമത്തെ പദ്ധതി എന്ന് പറയുന്നത്. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷം, കാലാവസ്ഥ, ഉപരിതല സ്വഭാവം എന്നിവ പഠിക്കും. ഇന്ത്യയുടെ ആദ്യ ശുക്രഗ്രഹ പരിവേഷണ ദൗത്യമാണിത്. ആറാമതായി നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആണ് NGLV. നിലവിലെ LVM-3 കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന പുതിയ റോക്കറ്റ്. മനുഷ്യ ദൗത്യങ്ങൾക്കും ചന്ദ്രദൗത്യങ്ങൾക്കും സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിനും ഇത് നിർണായകമാകും. ഏഴാമതായി ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ദീർഘകാല പദ്ധതികളാണ് പറയുന്നത്. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുക, തുടർന്ന് ചൊവ്വയിലേക്കുള്ള കൂടുതൽ വികസിത ദൗത്യങ്ങൾ നടത്തുക. സ്പേസ് വിഷൻ 2047 പദ്ധതിയുടെ ഭാഗമായി ഈ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഏഴാമതായിട്ടുള്ള ഈ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ദീർഘകാല പദ്ധതികൾ എന്നുള്ള 7ാമത്തെ പ്രോജക്റ്റ്. ഇതാണ് ISRO മുന്നോട്ട് വെക്കുന്ന 7 സൂപ്പർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും ഒരു തിരിച്ചു വരവ് തന്നെയാണ്. ഈ PSLVയുടെ ആ ഒരു തോൽവി, അതിനൊക്കെ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മാസത്തോളം ISROയെ സംബന്ധിച്ച് കഷ്ടകാലം തന്നെയായിരുന്നു. ആകെ ഒരു ആശ്വാസകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ചന്ദ്രയാൻ 3 ആ ഒരു ചരിത്ര വിജയം, അതുപോലെ തന്നെ ആദിത്യ L1ന്റെ ആ ഒരു നേട്ടവും ഒക്കെയാണ് ISROയെ ഒരു പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം
പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ISRO കടന്നു പോകുന്നത്. സ്വകാര്യ മേഖലയുടെ കടന്നുവരവുകയാണെങ്കിലും ISROയുടെ ഈ ഒരു ശാസ്ത്രജ്ഞരുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂട്ടരാജ്യമൊക്കെ ആണെങ്കിൽ തന്നെ ISROയുടെ ആ ഒരു പേരിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആ ഒരു അത്രയും വലിയ മറ്റു ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന നമ്മൾ തന്നെ അഭിമാനിക്കുന്ന നമ്മുടെ ISROയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ത്യക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റി നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ 7 സൂപ്പർ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്, അതിനെപ്പറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ദൗത്യങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യയെ മനുഷ്യ ബഹിരാകാശ യാത്ര നടത്തുന്ന മുൻനിര രാജ്യങ്ങളുടെ നിരയിലെത്തിക്കും. ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, ആശയവിനിമയം, കാലാവസ്ഥ നിരീക്ഷണം, ശാസ്ത്രീയ ഗവേഷണം എന്നിവയിൽ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കും. ആഗോള ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനവും അതുപോലെ തന്നെ വാണിജ്യ സാധ്യതകളും കൂടുതൽ ശക്തമാക്കും. ഇതാണ് ഈ ദൗത്യങ്ങളിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഈ ദൗത്യങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്ന ചില കാര്യങ്ങളാണിത്. ഇനി ഇന്ത്യക്കുണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ, പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റുകളൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്? ലോക ബഹിരാകാശ ശക്തികളിൽ ഇന്ത്യക്ക് സ്ഥിര സ്ഥാനം ലഭിക്കും. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്കൊപ്പമുള്ള മുൻനിര ബഹിരാകാശ രാജ്യമായി ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകും. മനുഷ്യനെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന വളരെ കുറച്ച് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറും. പിന്നീട് ചന്ദ്രനിലും ഗ്രഹ ഗവേഷണത്തിലും മുൻതൂക്കം ലഭിക്കും. അതിൽ പറയുന്നത് ചന്ദ്രയാൻ 4 വഴി ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കാനായാൽ ചന്ദ്രന്റെ ചരിത്രവും ധാതു സമ്പത്തും കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കും. ശുക്രഗ്രഹ ദൗത്യവും ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങളും ഇന്ത്യയുടെ ശാസ്ത്രീയ കഴിവ് ലോകത്തിന് മുന്നിൽ തന്നെ തെളിയിക്കുന്നതായിരിക്കും. സ്വന്തം ബഹിരാകാശ നിലയം ഉണ്ടായാൽ, ഭാരതീയ അന്തരീക്ഷ നിലയം യാഥാർത്ഥ്യമായാൽ ദീർഘകാല ബഹിരാകാശ ഗവേഷണത്തിന് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ യാത്രികർക്കും സ്വന്തം ഗവേഷണ കേന്ദ്രം ലഭ്യമാകും. സാമ്പത്തിക നേട്ടം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടാനാകും. സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടെ വളർച്ചയും തൊഴിലവസരങ്ങളും വർദ്ധിക്കും. ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ മേഖലയിലും വേഗത്തിലുള്ള വളർച്ചയാണ് ഇത് ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി ദേശീയ സുരക്ഷ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാധുനിക ഉപഗ്രഹങ്ങളിലൂടെ അതിർത്തി നിരീക്ഷണം, പ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവ കൂടുതൽ കാര്യക്ഷമമാകും. ആശയവിനിമയവും നാവിഗേഷനും കൂടുതൽ സ്വയം പര്യാപ്തമാകും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ വസ്തുക്കളുടെ വികസനം തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും യുവശാസ്ത്രജ്ഞരിലും ബഹിരാകാശ ഗവേഷണത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ ആഗോള സ്വാധീനം. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൂടുതൽ വിശ്വസനീയ പങ്കാളിയായി മാറും. മറ്റു രാജ്യങ്ങളുമായി ശാസ്ത്രീയ സഹകരണവും വാണിജ്യ കരാറുകളും വർദ്ധിക്കും. ഗഗയാൻ മുതൽ സ്വന്തം ബഹിരാകാശ നിലയം വരെയുള്ള പദ്ധതികൾ വിജയിച്ചാൽ ഇന്ത്യയുടെ ശാസ്ത്രീയ ശേഷി, സാമ്പത്തിക വളർച്ച, ദേശീയ സുരക്ഷ, ആഗോള പ്രതിച്ഛായ എന്നിവ ഒരുപോലെ ശക്തിപ്പെടും. ഇത് സ്പേസ് പവർ എന്ന നിലയിൽ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നതാണ് ഈ ഒരു നിർണായക ചുവടുവെപ്പിന് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു സ്പേസ് പവറായിട്ട് തന്നെ അത്ര വലിയൊരു വളർച്ചയിലേക്കാണ് ഈ 7 സൂപ്പർ പ്രോജക്റ്റുകൾ വഴിവെക്കുന്നത്. ചന്ദ്രയാൻ 3 പോലെ, ആദിത്യ L1 പോലെ അതൊരു വലിയ വിജയകരമായി ഈ 7 പ്രോജക്റ്റുകൾ മാറിക്കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം മാറി നിൽക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വളർച്ചയിലേക്കായിരിക്കും ഭാവിയിൽ എത്തപ്പെടുക. അതിന് ISRO വളരെ കരുത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ISRO നിലവിൽ നിൽക്കുന്ന ആശങ്കകളൊക്കെ മാറ്റി നിർത്താം. ISRO വളരെയധികം പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരികയാണ്. ഇത് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. ഈ 7 പ്രോജക്റ്റുകളും വിജയകരമായി തന്നെ വിജയകരമാകട്ടെ എന്നാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഓരോ ഭാരതീയർക്കും അഭിമാന നിമിഷമാണ്. നമുക്ക് പ്രത്യാശിക്കാം ഈ 7 സൂപ്പർ പ്രോജക്റ്റുകൾ പെട്ടെന്ന് തന്നെ ഓണാവട്ടെ. അതുപോലെ തന്നെ അത് വിജയകരമായി ഭവിക്കട്ടെ. ഒരു 2047 ഉള്ള പ്രൊജക്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തേക്ക് അത്രയും വലിയൊരു മാറ്റം ആഗോള തലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് ഉയരാൻ സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത
ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.